ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള ഒരു അടിപൊളി ആമ്പൽപ്പാടത്താണ് കേട്ടോ. നമ്മൾ എടവണ്ണപ്പാറയ്ക്ക് അടുത്തും അതുപോലെ മാവൂരിനടുത്തായിട്ടാണ് ഈ ആമ്പൽപ്പാടം വരുന്നത്. എടവണ്ണപ്പാറയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ നമ്മളെ എളമരം പാലത്തിൻ്റെ തൊട്ട് മുന്നെയാണ്. മാവൂരിൽ നിന്ന് കോഴിക്കോട് നിന്നൊക്കെയാണ് നമ്മൾ വരുന്നത് വെച്ചാൽ മാവൂർ കഴിഞ്ഞ് എളമരം പാലം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. വരികയാണെങ്കിൽ തന്നെ രാവിലെ 9 മണി 9:30 ഉള്ളിലൊക്കെ ആയിട്ട് എത്തിയാൽ മാത്രമേ നമുക്ക് പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അതിന് ശേഷം വരുമ്പോഴത്തേക്ക് പൂക്കളൊക്കെ വാടി തുടങ്ങും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വരണം. പിന്നെ നേരത്തെ തന്നെ വരുന്നതാണെങ്കിൽ തന്നെ നമ്മളിവിടെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് ആളുകളുണ്ട്, നല്ല തിരക്കാണ്. ഞങ്ങൾ 10 മണി ആവാൻ നേരമാണ് എത്തിയത്. അപ്പോൾ തന്നെ പൂക്കളൊക്കെ ഒന്ന് വാടി തുടങ്ങി വരണുള്ളായിരുന്നു. പക്ഷേ ഞങ്ങൾ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. 11 മണി ആയപ്പോഴാണ് ഞങ്ങൾക്ക് തോണിയിലൊക്കെ കയറാൻ പറ്റിയത്. അപ്പോഴേക്കും കണ്ടോ ഈ വാടി തുടങ്ങിയല്ലോ, മൊട്ടായി പോയി വീണ്ടും. അതുകൊണ്ട് ഞങ്ങൾ വന്നതിന് ഒരു കാര്യം വേണ്ടേന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ തോണിയിൽ കയറിയത് കേട്ടോ. ഒരു തോണി യാത്രയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും നല്ല നേരത്തെ വരികയാണെങ്കിൽ നല്ല വിരിഞ്ഞ പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് പറിക്കണമെങ്കിലൊക്കെ തോണിയിൽ കയറിയിട്ട് നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് നടുക്കായിട്ട് മാത്രമേ പൂക്കളൊക്കെ ഉള്ളൂ. നമുക്ക് പറിക്കാൻ എത്തുന്നിടത്തൊന്നും പൂക്കളില്ല. അപ്പോൾ ഈ തോണിയിൽ കയറിയാൽ മാത്രമേ നമുക്ക് പൂക്കളൊക്കെ പറിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഫോട്ടോഷൂട്ട് എടുക്കാനായാലും റീൽസ് എടുക്കാനായാലും ഒക്കെ നല്ല അടിപൊളിയാണ്. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വന്ന ഈ സമയത്ത് നോക്കുമ്പോൾ ഇതെല്ലാം വാടിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഭംഗി അറിയാൻ പറ്റില്ല. പക്ഷേ വിരിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വയലിലൂടെ ഇങ്ങനെ നടന്നിട്ട് വേണമെങ്കിൽ കാണാനും പറ്റും. ചെറിയ ചെറിയ വരമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂക്കളൊന്നും നമുക്ക് ഒരുപാടൊന്നും പറിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. പിന്നെയും വരുന്നവർക്ക് കാണണമെങ്കിൽ അവിടെ കുറച്ച് പൂക്കളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് കുറച്ച് പൂവ് ആദ്യത്തെ ട്രിപ്പിൽ അവർ പറിച്ച് വെക്കും. ആ പൂക്കൾ തന്നെ എല്ലാവരും കയറുന്നതിനനുസരിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ പൂക്കൾ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് 1-2 പൂക്കളൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് പറിക്കാൻ പറ്റും. ആ പൂവ് വാടണ വരെ ആ പൂ കൊണ്ടാണ് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടക്കുന്നത്. പിന്നെ വാടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പറിക്കാം വേറെ ഫോട്ടോ എടുക്കണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ മുന്നേ പറിച്ച പൂവൊക്കെ വാടി. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പൂക്കൾ പറിച്ചത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാ പൂക്കളും എല്ലാവരും പറിച്ച് കൊണ്ടുപോകുമ്പോൾ പിന്നെ വരുന്നവർക്ക് കാണാനുണ്ടാവില്ല. പിന്നെ കാണാനുള്ള ഭംഗിയും പോകും. ആ പൂക്കൾ അവിടെ നിൽക്കുന്നതാണല്ലോ ഭംഗി. അപ്പോൾ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാനല്ലേ, അതിന് കുറച്ച് പൂക്കൾ അവിടെ തന്നെ ഉണ്ടാവും, അവർ പറിച്ച് വെക്കും. അപ്പോൾ എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യാം. ബൈ.